ഹലോ ഹായ് ഇറ്റ്സ് മീ ഒരു സിനിമ ചേട്ടൻ. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന സിനിമകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമൽ ഹസൻ എന്ന നടന്റെ ആക്ടിംഗ് കരിയറിൽ ഏറ്റവും മികച്ച അല്ലെങ്കിൽ അതിഗംഭീരമായി കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു 7 കൾട്ട് ക്ലാസിക് മൂവീസിന്റെ വിശേഷങ്ങളാണ്. കമൽ ഹസൻ എന്ന ഒരു നടനെ പറ്റി, നടനെന്ന് മാത്രമല്ല അദ്ദേഹം ഒരു സംവിധായകനാണ്, അദ്ദേഹം ഒരു തിരക്കഥാകൃത്താണ്, അദ്ദേഹം ഒരു പാട്ടുകാരനാണ്, ഡാൻസറാണ്. അങ്ങനെ അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകൾ കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ആ മനുഷ്യന്റെ കരിയറിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള, അദ്ദേഹം തിരക്കഥ എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള ഗംഭീരമായ ഒരു 7 ചിത്രങ്ങൾ തന്നെയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ ഈ പറയാൻ പോകുന്ന 7 ചിത്രങ്ങളുടെയും ഡൗൺലോഡ് ലിങ്ക് എന്റെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ ഒരു 7 ചിത്രങ്ങൾ എന്ന് നോക്കാം. ലെറ്റ്സ് ഗോ. 2000 ഒരു ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് ഹേ റാം. ഹേ റാം എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ സാകേത് റാം എന്നൊരു ചെറുപ്പക്കാരൻ ഇന്ത്യയുടെ വിഭജന വേളയിൽ അദ്ദേഹത്തിന്റെ ഭാര്യ അതിക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാവുകയും അവളെ കഴുത്തറത്ത് കൊലപ്പെടുത്തുകയും ചെയ്യുകയാണ്. അങ്ങനെ തന്റെ ഭാര്യയുടെ മരണത്തിന്റെ പിന്നിൽ മുസ്ലിം സമുദായമാണെന്ന ആ ഒരു സത്യം അദ്ദേഹത്തെ ഒരുപാട് വേട്ടയാടുകയാണ്. ആ ഒരു സമയത്താണ് മുസ്ലിം സമുദായവുമായി സമാധാന ചർച്ച അല്ലെങ്കിൽ സമാധാനം സൃഷ്ടിക്കാനായി വാദിക്കുകയാണ് മഹാത്മാഗാന്ധി. അങ്ങനെ മഹാത്മാഗാന്ധിയെ കൊല്ലാനായി അണിചേരുന്ന ഒരു സംഘത്തിൽ ഈ ഒരു സാകേത് റാം കൂടെ കൂടുകയാണ്. ശേഷം ഗാന്ധിജിയുടെ മരണശേഷം ഈ സാകേത് റാമിന് ഉണ്ടാകുന്ന ഒരുപാട് തിരിച്ചറിവുകളും അദ്ദേഹം ഒടുവിൽ ഒരു ഗാന്ധിയനായി തന്നെ മരിക്കുകയൊക്കെ ചെയ്യുന്ന ഗംഭീരമായ ഒരു ചിത്രം തന്നെയാണ് ഹേ റാം എന്നുള്ള ഈ ചിത്രം. ചരിത്രത്തെ അദ്ദേഹത്തിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളിൽ നിന്നും വിഭിന്നമായി ചിന്തിച്ചുകൊണ്ട് ചിത്രീകരിച്ച ഒരു ചിത്രം തന്നെ. അധികം കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും ടെലഗ്രാം ചാനലിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാനായി ശ്രമിക്കുക. 7.9 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ ആ രണ്ടാമത്തെ ചിത്രമായിരുന്നു. ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് ഉത്തമ വില്ലൻ. ഉത്തമ വില്ലൻ എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ മനോരഞ്ജൻ എന്ന സൂപ്പർ താരത്തിന് ബ്രെയിൻ ട്യൂമർ ആണെന്നുള്ള ഒരു സത്യം തിരിച്ചറിയുകയാണ്. അങ്ങനെ ഇനി അദ്ദേഹത്തിന് ഒരുപാട് കാലമില്ല എന്നൊരു സത്യം അദ്ദേഹം തിരിച്ചറിയുകയാണ്. ശേഷം വർഷങ്ങൾക്ക് മുമ്പേ തന്നെ താനുമായി അകന്നു പോയ ഗുരുതുല്യനും മാർഗദർശിയുമായ ഒരു വ്യക്തിയുമായി ചേർന്ന് അദ്ദേഹം ഒരു ഹാസ്യ ചിത്രം ചിത്രീകരിക്കാനായി പോവുകയാണ്. തുടർന്ന് സംഭവിക്കുന്ന ഗംഭീരമായ സിറ്റുവേഷൻസ് ആണ് ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എന്ന് പറയാം. ഗംഭീരമായി തന്നെ കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് ഉത്തമ വില്ലൻ എന്ന ഈ ഒരു ചിത്രം. അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാനായിട്ട് കഴിയും. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ടെലഗ്രാം ചാനലിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 7.3 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ മൂന്നാമത്തെ ചിത്രമേ നോക്കാം. 2004 ഒരു ആക്ഷൻ ത്രില്ലറായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് വിരുമാണ്ടി. വിരുമാണ്ടി എന്ന ഈ ഒരു ചിത്രം വൺ ഓഫ് മൈ ഫേവറേറ്റ് എന്ന് തന്നെ പറയാനായിട്ട് കഴിയും. കാരണം എന്റെ ഒരു ലിസ്റ്റിൽ മികച്ച ചിത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് വിരുമാണ്ടി എന്ന ഈ ഒരു ചിത്രം. വിരുമാണ്ടി എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളികളുടെ കഥയെ ചികഞ്ഞെടുത്തിട്ട് അത് വെച്ചൊരു ഡോക്യുമെന്ററി തയ്യാറാക്കാനായി ഒരു റിപ്പോർട്ടർ പുറപ്പെടുകയാണ്. അങ്ങനെ ആ റിപ്പോർട്ടർ ജയിലിലേക്ക് പോവുകയും അവിടെ വെച്ച് വിരുമാണ്ടിയെയും കോത്തല എന്ന് പറഞ്ഞ ഒരാളെയും പരിചയപ്പെടുകയാണ്. അങ്ങനെ അവരുടെ കഥ ചോദിച്ച് മനസ്സിലാക്കുന്ന ആ ഒരു സമയത്ത് കോത്തല പറയുന്നതും വിരുമാണ്ടി പറയുന്നതും രണ്ടുപേരും പറയുന്നത് വിരുമാണ്ടിയുടെ കഥ തന്നെയാണ്. പക്ഷെ അത് രണ്ട് വ്യത്യസ്തമായ രീതികളിലാണ്. അതായത് കോത്തല എന്ന വ്യക്തി പറയുന്നത് വിരുമാണ്ടിയുടെ നെഗറ്റീവ് വശങ്ങളാണ്. അതായത് ചിത്രത്തിന്റെ ആദ്യ പകുതിയിൽ കാണിക്കുന്നത് കമലഹാസന്റെ നെഗറ്റീവ് വേഷങ്ങളാണ് ആദ്യ പകുതിയിൽ കാണിക്കുന്നത്. രണ്ടാമത് വിരുമാണ്ടി എന്ന ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചറിയുന്ന ആ കഥകളാണ് യഥാർത്ഥത്തിൽ നടന്ന കഥകളും വിരുമാണ്ടിയുടെ യഥാർത്ഥ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളും. അങ്ങനെ അതിൽ നിന്നും ആ റിപ്പോർട്ടർക്ക് മനസ്സിലാവുകയാണ് ചെയ്യാത്തൊരു കുറ്റത്തിനാണ് വിരുമാണ്ടി ഈ ശിക്ഷ അനുഭവിച്ച് ജയിലിൽ കിടക്കുന്നതെന്ന് സത്യം മനസ്സിലാക്കുകയാണ്. തുടർന്ന് നടക്കുന്ന ഗംഭീരമായ സംഭവങ്ങൾ തന്നെയാണ് വിരുമാണ്ടി എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും ടെലഗ്രാം ചാനലിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക. 8.4 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ നാലാമത്തെ ചിത്രമേ. 2003 ഒരു കോമഡി ഡ്രാമയായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് അൻപേ ശിവം. പ്രിയദർശനാണ് ഈ ചിത്രത്തിന്റെ ആദ്യ പകുതി ഷൂട്ട് ചെയ്തത്. അതിനൊടുവിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ച് പ്രിയൻ ഇതിൽ നിന്ന് മാറുകയായിരുന്നു. ശേഷം സുന്ദർ സിയാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. അൻപേ ശിവം എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ ഒരു ഫ്ലഡിനെ തുടർന്ന് വിമാനത്താവളത്തിൽ കുടുങ്ങിപ്പോകുന്ന 2 പേരാണ് കമൽഹാസനും മാധവനും. അങ്ങനെ ചില അംഗവൈകല്യങ്ങളൊക്കെ ഉള്ള കമൽഹാസൻ, അതായത് കണ്ടാൽ തന്നെ അറപ്പ് തോന്നുന്ന കമൽഹാസനോട് മാധവൻ കുറച്ച് അകന്നിരിക്കാനായി ശ്രമിക്കുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും അദ്ദേഹം സമൂഹത്തിന്റെ കുറെ താഴേക്കിടയിലുള്ള ജീവിതങ്ങളൊക്കെ കാണാനിടയാവുകയും
അങ്ങനെ സമൂഹത്തിന്റെ താഴേക്കിടയിൽ മനുഷ്യർ എങ്ങനെ ജീവിക്കുന്നു, അല്ലെങ്കിൽ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാധവൻ തിരിച്ചറിയുകയാണ്. അങ്ങനെ അതിൽ നിന്നുമൊക്കെ മനസ്സിലാക്കുന്ന ഒരുപാട് സത്യങ്ങളും അതുപോലെ കമൽഹാസന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ഒക്കെ തിരിച്ചറിയുന്ന മാധവൻ ആ റിയാലിറ്റികൾ തിരിച്ചറിയുകയാണ്. തുടർന്ന് സംഭവിക്കുന്ന ഗംഭീരമായ ഫീൽ ഗുഡ് സംഭവങ്ങൾ തന്നെയാണ് അൻപേ ശിവം എന്ന ഈ ഒരു ചിത്രത്തിൽ പറയുന്നത്. ഗംഭീരമായ ഒരു ഹാർട്ട് ടച്ചിങ് മൂവി എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ടെലഗ്രാം ചാനൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 8.6 out of 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ 5ാമത്തെ ചിത്രം എന്നു. முன்ன பின்ன தெரியாத ஒரு பையனுக்காக கண்ணீர் விடுற அந்த மனசு இருக்கு, அதான் கடவுள். 1992 ഒരു ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് തേവർ മകൻ. തേവർ മകൻ എന്ന ഈ ഒരു ചിത്രത്തിൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഒരുപാട് പേർക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കാര്യം തന്നെയുണ്ട്. അതായത് തേവർ മകൻ എന്ന ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്ന നമ്മുടെ മലയാളത്തിന്റെ പ്രിയങ്കരനായ ലെജൻഡറി ഡയറക്ടർ ഭാരതൻ സാറാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. കമൽഹാസൻ തന്നെയാണ് തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത്. കഥയുടെ ഒരു പ്ലോട്ട് എടുത്ത് നോക്കിയാൽ ലണ്ടനിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി തന്റെ ഗ്രാമത്തിലേക്ക് കാമുകയും കൊണ്ടുവരുന്ന ശക്തിവേലു എന്ന ചെറുപ്പക്കാരൻ. അദ്ദേഹം ഗ്രാമത്തിലെത്തി തന്റെ കാമുകയും വിവാഹം കഴിച്ച് അവിടെ ഒരു റെസ്റ്റോറന്റ് ഒക്കെ നടത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായി പ്ലാൻ ചെയ്യുകയാണ്. ആ ഒരു സമയത്താണ് ഗ്രാമവാസികളിൽ അല്ലെങ്കിൽ ആ ഗ്രാമത്തിൽ നടക്കുന്ന ചില സംഭവങ്ങൾ അദ്ദേഹത്തെ മറ്റൊരു രീതിക്ക് ചിന്തിക്കാനും അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മറ്റൊരു സ്റ്റൈലിലേക്ക് മാറ്റിമറിക്കുകയാണ്. തുടർന്ന് സംഭവിക്കുന്ന ഗംഭീരമായ സംഭവങ്ങൾ തന്നെയാണ് തേവർ മകൻ എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട്. ഗംഭീരമായ ഒരു സ്ക്രിപ്റ്റ് തന്നെയാണ്. ഇന്ത്യൻ സിനിമയിൽ മനോഹരമായി മികച്ചു നിൽക്കുന്ന സ്ക്രിപ്റ്റുകളിൽ ഒന്ന് തന്നെയാണെന്ന് പല സംവിധായകരും തിരക്കഥാകൃത്തുക്കളും സമ്മതിച്ച ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ടെലഗ്രാം ചാനലിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 8.7 out of 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ 6ാമത്തെ ചിത്രം എന്ന് നോക്കാം. 1994 ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് മഹാനദി. മഹാനദി എന്ന ഈ ഒരു ചിത്രത്തിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും സങ്കടകരമായ സ്ക്രിപ്റ്റ് എന്ന് പറയാനായിട്ട് സാധിക്കും. മീൻസ് ഒന്ന് കണ്ണ് നിറയാതെ നമുക്ക് ഈ ചിത്രം കണ്ടു തീർക്കാനാവില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ എല്ലാ കഥാപാത്രങ്ങളും പ്രധാന കഥാപാത്രങ്ങളായി ചെയ്തിട്ടുള്ള എല്ലാവരുടെയും പേര് ഇന്ത്യയിലെ തന്നെ നദികളുടെ പേരാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ നാട്ടിലുള്ള എല്ലാം വിറ്റ് നാട്ടിൽ തന്നെ ഒരു ചെട്ടി കമ്പനി തുടങ്ങുകയാണ് ഇതിലെ കഥാനായകൻ. അങ്ങനെ കൂടെ നിന്ന ആൾ തന്നെ അയാളുടെ കയ്യിൽ നിന്നും കുറെ കാശൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെ കേസിൽപ്പെട്ട് നമ്മുടെ കഥാനായകൻ ജയിലിലേക്ക് പോവുകയാണ്. തുടർന്ന് ജയിലിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അതുപോലെ അതേ തുടർന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നേരിടേണ്ടി വരുന്ന ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ചിത്രം തന്നെയാണ് മഹാനദി എന്ന ഈ ഒരു ചിത്രം. തീർച്ചയായും ഗംഭീരമായി തന്നെ കണ്ടിരിക്കാൻ സാധിക്കുന്ന, കണ്ണ് നിറഞ്ഞ് കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു ചിത്രം തന്നെയാണ്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 8.6 out of 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 7ാമത്തെ ചിത്രം എന്നു. 1991 ഒരു റൊമാൻസ് ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് ഗുണ. ഗുണ എന്ന ഈ ഒരു ചിത്രത്തെ പറ്റി ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമില്ല. കാരണം ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ ഇറങ്ങിയതിനു ശേഷം ഗുണ എന്ന ഈ ഒരു ചിത്രത്തിലെ ഈ ഒരു പാട്ട് കവിത പടി കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കവിതമേ. പാട്ടും ഇതിലെ കഥയും രംഗങ്ങളും ഒക്കെ ഇപ്പൊ എല്ലാ ആൾക്കാർക്കും ചുണ്ടിൽ തട്ടി നിൽക്കുന്ന ഒന്ന് തന്നെയാണ്. എന്നിരുന്നാലും ചിത്രത്തിന്റെ കഥയുടെ ഒരു പ്ലോട്ട് എടുത്ത് നോക്കിയാൽ കുറച്ച് മാനസികമായി അസ്വാരസ്യങ്ങളൊക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരനാണ് ഗുണ. അങ്ങനെ ഗുണ തന്റെ ഭാവി ഭാര്യയെ സാങ്കല്പികമായി മനസ്സിൽ ചിത്രീകരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ക്ഷേത്രത്തിൽ വെച്ചൊരു പെൺകുട്ടിയെ കാണുകയും അതാണ് തന്റെ ഭാര്യ എന്ന് മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ പെൺകുട്ടിയെ ഗുണ തട്ടിക്കൊണ്ട് പോയി താമസിപ്പിക്കുന്നത് മറ്റൊരിടത്തുമല്ല, ഗുണ കേവിലാണ്. അങ്ങനെ ഗുണ കേവിൽ വളരെ രഹസ്യമായി അവളെ പാർപ്പിക്കുകയും അവിടെ വെച്ച് തന്നെ പ്രണയിക്കാനായി ഒരുപാട് പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണ് ഗുണ. തുടർന്ന് ഗുണയ്ക്ക് സംഭവിക്കുന്ന ഒരുപാട് സംഭവങ്ങളും അതുമായി നേരിടേണ്ടി വരുന്ന ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെയാണ് ഗുണ എന്ന ഈ ഒരു ചിത്രം പറയുന്നത്. തീർച്ചയായും ഇളയരാജയുടെ സംഗീതവും അതുപോലെ തന്നെ കമൽ സാറിന്റെ ആ ഒരു അഭിനയവും ഒക്കെ അതിഗംഭീരമായി തന്നെ കണ്ടിരിക്കാനും കേട്ടിരിക്കാനും ഒക്കെ കഴിയുന്ന ഒന്ന് തന്നെയാണ് ഗുണ എന്ന ഈ ഒരു ചിത്രം. ഇനിയും കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായി എന്റെ ടെലഗ്രാം ചാനലിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 8.2 out of 10 ആണ് ചിത്രം. അഭിനയിച്ച ഒരു 7 ഗംഭീരമായ കൾട്ട് ക്ലാസിക് മൂവീസിന്റെ വിശേഷങ്ങൾ വാക്കുകളാൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒന്നല്ല. ഇനിയും അതിമനോഹരമായ ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം. അറിയാവുന്നവരുണ്ടെങ്കിൽ ഉറപ്പായും അത് കമന്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചിത്രം കണ്ടവരാണെങ്കിലും ഇനി കാണാൻ പോകുന്നവരാണെങ്കിലും ചിത്രം കണ്ടതിനു ശേഷം എങ്ങനെയുണ്ടെന്നുള്ള വിലയേറിയ അഭിപ്രായം ഉറപ്പായും കമന്റ് ചെയ്യാനായി മറക്കരുത്. അപ്പോൾ മറ്റൊരു ഗംഭീരമായ എപ്പിസോഡുമായി കാണുന്നവരെ ടിൽ ദെൻ ബൈ ബൈ.